ஏய் தூக்கம் வரலையா? தூங்கடா. എല്ലാ ഡ്രസ്സും ഒന്നുകൂടെടുക്കും. അവൻ എങ്കെയും സാർ താൻ സ്ഥലത്തെത്തിയോ? ഞാൻ കെട്ടതായിരുന്നു. 20 മീറ്റർ അപ്പുറം അവൻ എൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഒരു കാരണവശാലും അവൻ നിന്റെ കൈ വിട്ടു പോകാൻ പാടില്ല. സാർ വെയിറ്റ് பண்ணுங்க. ஒரு 10 நிமிஷத்துக்கு அப்புறம் அவனை நான் தூக்கிடும். நீங்க ஒரு ആംബുലൻസ് അനുപ്പിവിടുங்க. ഒന്നുകൊണ്ടും പ്രശ്നമില്ല. കൂടുതൽ ഫോഴ്സിനെ ഞാൻ ഉടൻ തന്നെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. ശരി. അവൻ ഒറ്റക്കായിരിക്കാൻ സാധ്യതയില്ല. അവൻ மட்டும்தான் இருக்குன்னு நான் யோசிக்கிறேன். എന്തെങ്കിലും കാരണം കൊണ്ടാവും നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയോ എന്തെങ്കിലും ചെയ്താൽ ഉടനെ തന്നെ എൻകൗണ്ടർ ചെയ്തേക്ക്. കൂടുതൽ ഫോഴ്സ് ഉടൻ തന്നെ അങ്ങോട്ട് എത്തുന്നതായിരിക്കും. கஷ்டப்பட்டல பிடிக்க. ஆமாண்டா, ரொம்ப கஷ்டப்பட்டேன். எங்கடா பொண்ணுங்க? கல்பனா, சௌமியா. என்னடா புதைச்சிட்டியா? தூக்கம் வருது உனக்கு? தூக்கம் வருது. என்ன தூங்குடா. லட்டடா சொல்லுடா. எனக்கு தெரியுமா, இதுக்குள்ள 6 குண்டு இருந்தது. 5 குண்டும் உன்னோட நண்பர்களை தூக்கம் தூக்கிடுச்சு. ஒரு குண்டு மட்டும்தான் இருக்கு. இப்பதான் குண்டு வெடிக்கும். என்னடா சஞ்சய், பொண்ணுங்களை மட்டும்தான் நீ பாத்திருக்க. என்ன மாதிரி ஒரு ஆபீசரை நீ பார்க்க கூடாது. பார்த்தா சஞ்சய் ஒன்னும் தெரியாது. തുപ്പാക്കിയൊന്നും എനിക്ക് വേണ്ട.
കോടതിയിൽ തെളിഞ്ഞത് ഒരു കുറ്റകൃത്യം മാത്രമല്ല, മനുഷ്യത്തിനെതിരായ ആക്രമണമാണ്. ഒന്നിലധികം സ്ത്രീകളെ നിങ്ങൾ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. IPC സെക്ഷൻ 376A 302 പ്രകാരം നിങ്ങളെ ഈ കോടതി കുറ്റക്കാരനായി കണ്ടെത്തുന്നു. ഇത് റേറസ്റ്റ് ഓഫ് റേർ കേസ് ആകയാൽ പരമാവധി ശിക്ഷയായി മരണം വരെ പ്രതിയെ തൂക്കിലേറ്റാൻ ഈ കോടതി ഇതിനാൽ ഉത്തരവിടുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. കോടതിയിലേക്കുള്ള പ്രവേശന കവാടത്തിന് സമീപമാണ് സംഭവം. പോലീസ് അന്വേഷണം ആരംഭിച്ചു.